നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കാണിക്കുന്ന സ്റ്റോക്ക് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ DLF ആണ്, അതിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും മാർക്കറ്റ് റേറ്റ് ഏറ്റവും മേലെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിനകത്ത് ഗ്രീൻ കളർ വരുന്നത് നമുക്ക് ബൈ ചെയ്യാനുള്ളതും റെഡ് വരുന്ന സെല്ലുമാണ്. സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. അലേർട്ട് വഴി സൗണ്ട് കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് മേഖലത്തെ ഡാഷ്ബോർഡിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബൈസിക്കിൾ DLF വന്നിരിക്കുന്ന ബൈ ആയിട്ട് 826.15 ടൈമും ഡേറ്റും എല്ലാം ഉണ്ട്. ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ നമ്മളിത് എല്ലാത്തിലും നമ്മൾ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് നമുക്ക് ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസിനെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നായിട്ട് ഇത് കൺഫേം ആണെന്ന് ചെയ്യണം. കൺഫർമേഷൻ ഓൺലി രണ്ട് കൺഫർമേഷൻ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ബൈ സിഗ്നലാണ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഈ ആരോ വന്ന ശേഷം ഗ്രീൻ ആരോ വന്ന ശേഷം താഴത്തോട്ട് നോക്കിയാൽ പ്രൈസ് ഇതുപോലെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാറില്ല, നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിലെ താഴത്തെ ബാർ എന്തായിരിക്കണം? ബൈസിക്കിലാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രീൻ തന്നെ ആയിരിക്കണം. അത് ഇൻ കേസ് നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ തേർഡ് ഓർ ഫോർത്ത് ക്യാൻഡിൽ കൺഫർമേഷൻ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ എൻട്രി ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അതേ സിറ്റുവേഷൻ, നമുക്ക് താഴത്തെ ബാർ ഇല്ലായിരുന്നു. ആ കൺഫർമേഷൻ കിട്ടാൻ വേറെ ഒന്നുമില്ല, ഇത് സൈഡ് വേ ആയിരുന്നു കേട്ടോ. നമുക്ക് നോർമൽ ക്യാൻഡിൽ കളർ റെഡും ഗ്രീനും ആണ്. അപ്പോൾ റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാം സൈഡ് ഇൻഡിക്കേഷൻ. അപ്പോൾ സൈഡ് വേ മാർക്കറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് അതിനകത്തൊരു കൺഫർമേഷൻ വരാറുന്നത്. അപ്പോൾ താഴത്ത് നമുക്ക് തേർഡ് ഫോർത്ത് ക്യാൻഡിൽ അറൗണ്ടാണ് നമുക്ക് കൺഫർമേഷൻ വന്നത്. അവിടെ നിന്നാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. നമുക്ക് കൺഫർമേഷൻ വന്നതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാമായിരുന്നേ, കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ആ ഒരു ബൈലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് ആ കൺഫർമേഷൻ താഴത്തെ ബാറിലെങ്കിലും പ്രൈസ് ഓൺ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറി ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സെല്ലും ഇതുപോലെ ആരോ വന്ന ശേഷം താഴത്തെ ബാർ റെഡ് ആയിരിക്കണം, പ്രൈസ് സെൽസ് ഓൺ ആയിരിക്കണം. ഇവിടെ നമുക്ക് ആ കൺഫർമേഷൻ വന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഇവിടെ നിന്നാണ് മാർക്കറ്റ് പിന്നെ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 80 to 90% കൺഫേം നമുക്കിനകത്ത് ആക്യുറസി കിട്ടും. ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ് മാത്രമാണ്. ട്രേഡ് എല്ലാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ നമുക്ക് സ്കാനറും കൂടെ കിട്ടും. സ്കാനർ നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുണ്ട് സ്കാനർ 1.1. അപ്പോൾ അതിനകത്ത് നമുക്ക് 100 സിമ്പിൾസ് വരെ ഒറ്റയടിക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ കാണിച്ച ഇൻട്രാഡേ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് സ്കാൽപ്പിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യാം, സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ അതനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ കാണിച്ച ലൈവായിട്ട് നിങ്ങൾക്ക് കാണാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഫീസ് വരെ അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇത് കാണാവുന്നതാണ്. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.